ലോങ് ഇയർബിയൻ ലോകത്തിൻ്റെ നെറുകയിൽ മഞ്ഞുമലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു കൊച്ചു നഗരം. നോർവേയിലെ സ്വാൽബാർഡ് ദ്വീപസമൂഹത്തിലുള്ള ഈ നഗരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിമനോഹരമായ ഒരു മഞ്ഞുലോകം മാത്രമാകും നിങ്ങളുടെ ഉള്ളിൽ തെളിയുക. എന്നാൽ ഇവിടെ മരണത്തിന് വിലക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവിടുത്തെ നിയമപുസ്തകത്തിൽ പോലും ഒരു വിചിത്രമായ ഉത്തരവുണ്ട്. ഇവിടെ ആരും മരിക്കാൻ പാടില്ല. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും ഒരു ജനതയുടെ അതിജീവനത്തിനായി പ്രകൃതി അവർക്കുമേൽ അടിച്ചേൽപ്പിച്ച ഒരു അലിഖിത നിയമമാണിത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് 1950കളിൽ നഗരവാസികൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്ത ശ്മശാനങ്ങളിലെ മൃതദേഹങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും മണ്ണോട് ചേരുന്നില്ല. ലോങ് ഇയർബിയനിലെ മണ്ണ് പെർമാഫ്രോസ്റ്റ് എന്ന അവസ്ഥയിലാണ്. അതായത് കാലാകാലങ്ങളായി ഉറഞ്ഞുകിടക്കുന്ന ഐസ് പാളികൾ. ഈ മണ്ണ് ഒരു കൂറ്റൻ ഫ്രീസറിനെ പോലെ പ്രവർത്തിച്ചു. അന്നടക്കം ചെയ്ത മൃതദേഹങ്ങൾ ഒട്ടും ജീർണിക്കാതെ പഴയതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇത് വലിയൊരു ഭയത്തിന് കാരണമായി. 1918 ലോകത്തെ വിറപ്പിച്ച സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ ഇന്നും ആ മാരക വൈറസുകൾ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. മണ്ണ് അല്പമൊന്ന് ഉരുകിയാൽ ഈ വൈറസുകൾ പുറത്തെത്തുമെന്നും ഒരു വലിയ മഹാമാരിക്ക് നഗരം ഇരയാകുമെന്നും അവർ തിരിച്ചറിഞ്ഞു. അതോടെ ലോങ് ഇയർബിയനിൽ മരണം നിരോധിക്കപ്പെട്ടു. ശ്മശാനം എന്നേക്കുമായി അടച്ചുപൂട്ടി. ഇന്ന് ആ നഗരത്തിൽ ആർക്കെങ്കിലും തീരാവ്യാധിയോ വാർദ്ധക്യ സഹജമായ അവശതകളോ അനുഭവപ്പെട്ടാൽ അവരെ ഉടൻ തന്നെ വിമാനമാർഗം നോർവേയുടെ പ്രധാന ഭൂപ്രദേശത്തേക്ക് മാറ്റും. തൻ്റെ പ്രിയപ്പെട്ട മണ്ണിൽ അവസാന ശ്വാസം വിടാൻ ആഗ്രഹിച്ചാലും നിയമം അവരെ അതിന് അനുവദിക്കില്ല. അവസാന യാത്രയ്ക്കായി അവർക്ക് ആ വിമാനം കയറിയേ മതിയാകൂ. മരണത്തെ പടിക്ക് പുറത്ത് നിർത്തുന്ന ഈ നഗരത്തിൽ ജീവിതവും അല്പം സാഹസികമാണ്. ധ്രുവക്കരടികൾ മനുഷ്യരെക്കാൾ കൂടുതലുള്ള ഇവിടെ വീടിന് പുറത്തിറങ്ങുമ്പോൾ തോക്ക് കൈവശം വയ്ക്കുന്നത് ഒരു ശീലമല്ല, മറിച്ച് ജീവൻ നിലനിർത്തുന്നതിനുള്ള ഉപാധിയാണ്. പൂച്ചകൾക്ക് ഈ നഗരത്തിൽ പ്രവേശനമില്ല. കാരണം അവിടുത്തെ പക്ഷികളെ അവ വേട്ടയാടാൻ പാടില്ല. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ സൂര്യപ്രകാശം ഒരിറ്റുപോലും കാണാതെ ഇരുട്ടിൽ കഴിയുന്ന ഇവിടുത്തെ മനുഷ്യർ ലോകാവസാനം വന്നാൽ പോലും ഭൂമിയിലെ കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗ്ലോബൽ സീഡ് വോൾട്ടിന്റെ കാവൽക്കാരാണ്. മരണം പോലും പ്രകൃതിയുടെ നിയമങ്ങൾക്ക് മുന്നിൽ തോറ്റുപോയ ഈ അപൂർവ നഗരം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അതിജീവനത്തിന്റെ വലിയൊരു കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്.